ഹലോ ഫ്രണ്ട്സ്, കരിയർ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു നോട്ടിഫിക്കേഷൻ കാര്യം പറയുന്നത്. നിങ്ങൾക്കറിയാം, ഈ വീഡിയോ തീർത്തും സെൻട്രൽ ഗവൺമെൻറ്റും റിലേറ്റഡ് സബ്ജക്റ്റിലും വരുന്ന നോട്ടിഫിക്കേഷനും വേക്കൻസിയെ പറ്റി മാത്രം പറയുന്ന ഒരു വീഡിയോ ആണ്. സാധാരണ 10 മിനിറ്റിൽ താഴെ ഇത് വീഡിയോ ഉൾക്കൊള്ളുന്നതായിരിക്കും. നമ്മളുടെ ചെറുപ്പക്കാർക്ക് ജോലി സാധ്യതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ നിങ്ങളുടെ അറിവിലുള്ള സാധ്യതയുള്ള കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക. കാരണം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു വന്നിരുന്നത് സ്ഥിരമായി പത്രം വായിക്കുകയോ അല്ലെങ്കിൽ റേഡിയോ കേൾക്കുകയോ ചെയ്ത് വേക്കൻസിയെ പറ്റി അറിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ടോ പത്രവായനയും റേഡിയോ കേൾവിയും ഒക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. വീഡിയോ ആണെങ്കിൽ തന്നെ സാധാരണ നമ്മൾ കാണുന്നത് കോൺട്രവേഴ്സ്യൽ വീഡിയോ ആയിരിക്കുമല്ലോ. ഇതുപോലുള്ള വീഡിയോ കാണാനുള്ള ആൾക്കാരുടെ ഇഷ്ടവും വളരെ കുറവാണ്. ഓട്ടോമാറ്റിക്കലി ഇവർ അവരിൽ എത്തുകയും ചെയ്യുകയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ ഇതൊരു ദൗത്യമായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇതെത്തും. സാധാരണ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഗ്രാജുവേഷൻ വരെ കഴിയുമ്പോഴും, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയാലും നോർമൽ ഗ്രാജുവേഷൻ ആയാലും, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുകയോ അല്ലെങ്കിൽ അവരുടെ സർക്കിളിൽ കറങ്ങി നടക്കുകയോ ചെയ്ത് തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം യുവാക്കൾക്ക് ഒരു ഫോക്കസ്ഡ് ലൈഫ് നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ ഉപരി നമ്മളുടെ സാമ്പത്തികം നമ്മളുടെ മക്കൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ നമ്മളുടെ മക്കൾക്ക് ചിലപ്പോഴെങ്കിലും സമ്പത്തിൻ്റെ ആവശ്യമോ തൊഴിലിൻ്റെ ആവശ്യമോ മനസ്സിലാക്കാതെ വരും. അത് ചെറുപ്പകാലത്തിൽ നാം കൊടുക്കേണ്ട ഒരു ശീലമാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു മുഖവുരയോടുകൂടി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ വേക്കൻസിയിലേക്കാണ് ഈ വീഡിയോ എത്തിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ആകെ 309 വേക്കൻസികളാണുള്ളത്. ബിടെക് കഴിഞ്ഞവർക്കും ഒപ്പം BSc മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നിവ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. സാധാരണ ഈ മാത്തമാറ്റിക്സും ഫിസിക്സും കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് വേക്കൻസി വളരെ കുറവാണ് വരുന്നത്. പക്ഷേ ഈ വേക്കൻസിയിൽ BSc മാത്തമാറ്റിക്സും ഫിസിക്സ് ഉള്ളവർക്കോ അല്ലെങ്കിൽ ബിടെക് ഗ്രാജുവേറ്റ്സിനോ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നതിൻ്റെ അവസാന ദിവസം 24/5/2025 മെയ് മാസം 24-ാം തീയതി. ഒപ്പം പ്രായം നിങ്ങൾക്ക് 27 വയസ്സിൽ താഴെ ആയിരിക്കണം ആ പർട്ടിക്കുലർ കട്ട് ഓഫ് ഡേറ്റിൽ വെച്ചുകൊണ്ട്. ഇതും സാധാരണ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ കൂടെയാണ് സെലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ടതും ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ അപേക്ഷിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ടെസ്റ്റ് പോലെ തന്നെ ഇതിലും മാത്തമാറ്റിക്സ്, ജനറൽ അവയർനെസ്, ജനറൽ റീസണിങ് തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഫിസിക്സും മാത്തമാറ്റിക്സിലും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ ഫിസിക്സിൽ നിന്നും മാത്തമാറ്റിക്സിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. 120 ക്വസ്റ്റ്യൻ 120 മിനിറ്റും ഉണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് ഉണ്ടാകും. 120 മാർക്കുമാണ്. അതായത് 2 മണിക്കൂറിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ആദ്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനുശേഷം അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ഗസ് ചെയ്യാവുന്നതാണ്. ഒരു പക്ഷേ അത് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും, തെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിങ്ങും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത എക്സാമിനേഷനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായിരുന്നാലും ഒരു 4-5 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് നേടാവുന്നതാവും. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലെ നിങ്ങളുടെ റിസൾട്ട് അനുസരിച്ച് ഇനിഷ്യൽ കാൻഡിഡേറ്റിനെ സ്ക്രീൻ ചെയ്ത് വീണ്ടും നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. വിളിക്കുന്നവർക്ക് പിന്നെ കുറേ ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് എയർ ട്രാഫിക് കൺട്രോളിലേക്കാണ് പോസ്റ്റിംഗ് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് വോയിസ് ടെസ്റ്റ് അടക്കം നിങ്ങൾക്ക് നടത്തുന്നതായിരിക്കും. അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പഠിക്കുക, അതിനുവേണ്ടി എക്സാം കൊടുക്കുക എന്ന് മാത്രമാണ്. എയർപോർട്ട് അതോറിറ്റിയുടെ എയർ ട്രാഫിക് കൺട്രോളിലേക്കാണ് ഈ പോസ്റ്റിംഗ് വരുന്നത് എന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, പ്രധാനപ്പെട്ട
നഗരങ്ങളിൽ മാത്രമായിരിക്കുമല്ലോ എയർപോർട്ട് ഉണ്ടായിരിക്കുന്നത്. അവിടെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് ലഭിക്കുന്നത്. സാലറി 40,000 സ്കെയിൽ ആയിരുന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് തുടക്കക്കാർക്ക് തന്നെ 1,00,000 രൂപയിലധികം സാലറി കിട്ടും. അതുകൊണ്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് BSc മാത്തമാറ്റിക്സ് ഫിസിക്സ് തുടങ്ങിയ ചെയ്തിട്ടുള്ള 27 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ നിർബന്ധമായും പരീക്ഷ എഴുതേണ്ടതാണ്. വളരെ സാധ്യതയുള്ളതും പ്രൊമോഷൻ സ്കോപ്പ് ഉള്ളതും വളരെ സെറ്റിൽഡ് ലൈഫ് നയിക്കാനും പറ്റുന്നതുമായ ഒരു ജോലിയാണ് ഇതെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുകയാണ്. നമ്മുടെ അറിവിലുള്ള നമ്മുടെ പരിചയത്തിലുള്ള കുഞ്ഞുങ്ങളിലേക്ക് ഇത് എത്തിക്കുക. എക്സാമിനേഷൻ്റെ തീയതി നോട്ടിഫൈ ചെയ്തിട്ടില്ല, അത് അവരുടെ വെബ്സൈറ്റിൽ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷവും നിങ്ങൾക്കും ആ ഇൻഡിവിജ്വൽ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ആരും തന്നെ ഒരിക്കലും ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല നടക്കേണ്ടത്. നേരെ മറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ കോമൺ എക്സാമിനേഷനുള്ള പ്രിപ്പറേഷനാണ് നടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് മാത്തമാറ്റിക്സ് നിങ്ങൾ ശക്തമായി പഠിച്ചിരിക്കണം, റീസണിങ്ങിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, ഇംഗ്ലീഷ് നിങ്ങൾ ബേസിക്കലി ഉള്ളത് പഠിച്ചുകൊണ്ടേയിരിക്കണം, പത്രമാധ്യമങ്ങൾ നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾ ജനറൽ അവയർനെസ്സും കിട്ടിക്കോളും. ഈ എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫിസിക്സും മാത്തമാറ്റിക്സും അല്പം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതിയാകും. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതും ഫിസിക്സിൽ നിന്നും മാത്തമാറ്റിക്സിൽ നിന്നായിരിക്കും. ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് ലഭിക്കാൻ പോകുന്നത് ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചവർക്കായിരിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആ മേഖല കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടും വരും. വളരെ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി സാധ്യത ആയതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുക. സാധാരണ നിലയിൽ നിങ്ങൾക്കൊരു 4 to 6 months പ്രിപ്പറേഷൻ ഉള്ളത് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്യുക. അടുത്ത ആഴ്ച വീണ്ടും വേറൊരു സാധ്യതകളുമായി വരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാതെ ചെയ്യുക.